ഇപ്പം മിക്ക വീടുകളിലും വഴുതനയൊക്കെ കൃഷി ചെയ്യുന്നുണ്ടാവില്ലേ, ഗ്രോ ബാഗിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ഈ വഴുതനങ്ങ വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ഒരൊറ്റ കറി മാത്രം മതി. അപ്പോൾ അതിനുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ദേ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇൻഗ്രീഡിയൻസിൻ്റെയൊക്കെ അളവ് നമുക്ക് ചേർക്കണ സമയത്ത് പറഞ്ഞു പോകാം കേട്ടോ. ആദ്യം തന്നെ നമുക്കിതേ വഴുതനങ്ങയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് വെക്കാം. അപ്പോൾ വഴുതനങ്ങയുടെ ആ ഒരു കുരുവിനൊക്കെ ഒരു കറയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നമ്മൾ വഴുതനങ്ങ കട്ട് ചെയ്യുമ്പോൾ വെള്ളത്തിലേക്ക് തന്നെ മുറിച്ചിട്ട് വയ്ക്കുക. അപ്പോൾ ഈ ഒരു വലിപ്പത്തിനാണ് ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കാൻ പോകുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഈ ഒരു വെള്ളത്തിൽ കഴുകി പിഴിഞ്ഞെടുക്കണം കേട്ടോ. ഒരു 3-4 പ്രാവശ്യത്തോളം കഴുകി പിഴിഞ്ഞെടുക്കണം. അത് നമ്മൾ കറിയിലേക്ക് ചേർക്കണ സമയത്ത് എടുത്തേച്ചാൽ മതി കേട്ടോ. അതുവരെ വെള്ളത്തിൽ കിടക്കട്ടെ. ആദ്യം തന്നെ നമുക്ക് കുറച്ച് തേങ്ങ എടുക്കാം. ഞാനിവിടെ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ആദ്യം ഒന്ന് വറുത്തെടുക്കാം. വറുക്കണതിന് മുന്നേ നമ്മൾ മിക്സിഡ് ജാറിൽ ഒന്ന് ഒതുക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എല്ലാം ഒരുപോലെ നമുക്ക് വറുത്ത് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടുന്നതാണ് കേട്ടോ. തേങ്ങയിലെ വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. നല്ല മൂത്ത തേങ്ങയൊക്കെ ആണെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കണമെന്നില്ല. എന്നിട്ട് ഇതേ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്കതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും 2 സ്പൂണോളം മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടി എരിവിനനുസരിച്ചിട്ട് ചേർക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇത് കരിഞ്ഞു പോവാതെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നമുക്കവിടെ തണുക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോവാതെ ഇരിക്കും കേട്ടോ. തേങ്ങ ഒന്ന് തണുത്ത് വരുമ്പോഴേക്കും നമുക്ക് മറ്റൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചേച്ചും ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തതും വെളുത്തുള്ളി ഒരു 6 അല്ലി അരിഞ്ഞെടുത്തതും പിന്നെ അതുപോലെ ഒരു 3 പച്ചമുളകും ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 2 തക്കാളി, ചെറുതാണെങ്കിൽ 2 തക്കാളി, വലുതാണെങ്കിൽ ഒരു 1.5 തക്കാളിയൊക്കെ മതി, ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഞാൻ 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കണം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് ആ ഒരു വെളിച്ചെണ്ണയിൽ നന്നായിട്ട് നമ്മുടെ വഴുതനങ്ങ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്ക് നമ്മുടെ തേങ്ങയുടെ അരപ്പുണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതേ തേങ്ങയൊക്കെ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സിഡ് ജാറിലിട്ട് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചൂടാറണമെന്നില്ല, ജസ്റ്റ് ഒന്ന് കുറച്ച് ചൂടുണ്ടെങ്കിൽ നമുക്കത് അരച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ തേങ്ങയുടെ ആ ഒരു മൂപ്പൊക്കെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് വെള്ളമൊന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇവിടെ അരച്ചെടുത്തിട്ട് തേങ്ങയുടെ പേസ്റ്റ് ആദ്യം ചേർത്ത് കൊടുത്തു. അതിനുശേഷമാണ് ഞാൻ വെള്ളവും കുറച്ച് ഒഴിച്ചു കൊടുത്തേക്കണം. ആ ഒരു മിക്സിഡ് ജാറ് കഴുകിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നമുക്കൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി ഞാൻ വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മളിവിടെ ഉണ്ടാക്കുന്ന കറി തീയലാണല്ലോ. അപ്പോൾ തീയലിന് നല്ല പുളിയൊക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് വാളംപുളി പിഴിഞ്ഞ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ വെള്ളം ഞാൻ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മഞ്ഞൾപ്പൊടി ചേർക്കാൻ നമ്മൾ വിട്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വഴുതനങ്ങ വഴറ്റണ സമയത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ കറി നന്നായിട്ട് തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ട് നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരും കേട്ടോ. അത് ഈ ഒരു കളറായിട്ട് മാറും കേട്ടോ. ആദ്യത്തെ കളറല്ല ഇപ്പോൾ ഉള്ളത്. അതിനുശേഷം നമുക്ക് ഒരു നുള്ളല്ല ഒരു 1/2 സ്പൂണോളം പഞ്ചസാരയും കൂടി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് വറവിട്ട് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക, അതുപോലെ കറിവേപ്പില, വറ്റൽമുളക് ഇത്രയും ചേർത്തിട്ട് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇനി വഴുതനങ്ങ കിട്ടുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.